ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ അനുഭവിക്കേണ്ടി വന്ന ത്യാഗങ്ങളാണിത്. അതേ, എത്രത്തോളം അവർ ബുദ്ധിമുട്ടി പ്രയാസം സഹിച്ചു. പിന്നീട് ആ പ്രത്യേകമായ ഉപരോധത്തിൽ നിന്ന് പിന്നീട് ഉപരോധം നീങ്ങിയിട്ട് പുറത്തു വന്നപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിനെ വേദനിപ്പിച്ച രണ്ട് സംഭവങ്ങൾ ഉണ്ടായി. ആ വർഷം തന്നെ ആമുൽ ഹുസ്ൻ എന്നാണ് അറിയപ്പെട്ടത്, ദുഃഖത്തിന്റെ വർഷം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് താങ്ങും തണലുമായിരുന്ന വ്യക്തിയല്ലേ, മുസ്ലിം ആയിട്ടില്ലെങ്കിലും കാന അബൂ താലിബ് യഹൂതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വയഗ്ലിബു ലഹു വയൻസുറുഹു. ഹദീസുകളിൽ കാണാം, അതേ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംരക്ഷിച്ചിരുന്നു. അബൂ താലിബ് മുസ്ലിം ഒന്നും ആയിരുന്നില്ല, പക്ഷേ മോനല്ലോ നോക്കും, സംരക്ഷിക്കും. വയഗ്ലിബു ലഹു, അദ്ദേഹത്തിന് വേണ്ടി കോപിക്കും. അദ്ദേഹത്തെ ആരെങ്കിലും പറയുന്നത് കേട്ടാ ദേഷ്യം പിടിക്കും, റസൂലുള്ളാഹിക്ക് വേണ്ടി ദേഷ്യം പിടിക്കും. വയൻസുറുഹു, അവിടത്തേക്ക് വേണ്ട സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തു. ഇങ്ങനെയൊക്കെ ആയിട്ടും അദ്ദേഹം വിശ്വസിച്ചില്ല. അബൂ താലിബ് മുസ്ലിമായില്ല. റസൂലുള്ളാഹിന്റെ മനസ്സിലത് വല്ലാത്തൊരു സങ്കടമായി തന്നെ നീറിപ്പുകഞ്ഞിരുന്നു. തനിക്കിത്രത്തോളം താങ്ങും തണലുമായ തന്റെ പിതൃവ്യനത ഒന്ന് മുസ്ലിമാകുന്നില്ലല്ലോ. ആ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് ഒരിക്കൽ ചോദിച്ചു, തംനഉ ഖുറൈശൻ അൻ തുദൂനി, ഖുറൈശികളായ ആളുകൾ എന്നെ ദ്രോഹിക്കുന്നതില്ലെന്ന് നിങ്ങൾ തടയുന്നുണ്ട്, പക്ഷേ വതഅൻ തുഅ്മിന ബി, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നതില്ലെന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നു. എന്താ അങ്ങനെ? നിങ്ങൾ എന്താ എന്നെ വിശ്വസിക്കണില്ലല്ലോ, അതേ അവസരത്തിൽ എനിക്ക് നേരെ വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ തടയുന്നുണ്ട്, അതൊക്കെ ശരിയാ, പക്ഷെ എന്താ നിങ്ങളൊന്നും മുസ്ലിം ആകാത്തത്, എന്താ വിശ്വസിക്കാത്തത്? അദ്ദേഹം പറഞ്ഞതെന്താ? വല്ലാഹി ലൻ യസിലൂ ഇലൈക ബിജംഇഹിം ഹത്താ ഉവസ്സിദ ഫിത്തുറാബി ദഫീനാ ഫസ്ദർ ബിഅംരിക മാ അലൈക ഗളദതുൻ وابشر بذاك وقر منك عيونا ودعوتني وزعمت أنك نصيحي فلقد صدقت وكنت قبل أمينا وعرضت دينا قد عرفت بأنه من خير أديان البرية دينا لولا الملامة أو هدار مسبة لوجدتني سمحا بذاك يقينا. അദ്ദേഹം മറുപടി കൊടുത്താണ്. എന്താ പറഞ്ഞറിയോ? മോനെ, അവരാരും നിന്നെ തൊടൂല, ആരും നിന്റെ അടുത്തേക്ക് വന്ന് നിന്നെ ശല്യപ്പെടുത്തൂല. അങ്ങനെ നിന്റെ ശരീരത്തിൽ തൊടണമെങ്കിൽ എന്റെ തല മണ്ണിൽ കുത്തണം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ മരിക്കണം നിന്നെ തൊടണമെങ്കിൽ. അത്രയും പറഞ്ഞു പ്രവാചകനെ പ്രോത്സാഹിപ്പിച്ച് സംരക്ഷണം കൊടുത്തയാളാണ്. അതുകൊണ്ട് മോനെ, കൽപ്പിക്കപ്പെട്ട കാര്യം കൊണ്ട് നീ മുന്നേറിക്കോ, നിന്റെ കണ്ണിന് കുളിർമ വരട്ടെ, നീ സന്തോഷിച്ചോ. നീ എന്നെ ക്ഷണിച്ചില്ലേ നല്ല കാര്യത്തിലേക്കാണ്, നീ എന്നോട് കളവ് പറയില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. നീ പരിചയപ്പെടുത്തുന്ന ദീന് ഏറ്റവും നല്ല ദീനാണെന്നും എനിക്കറിയാം. പക്ഷേ ആളുകൾ എന്നെ ആക്ഷേപിക്കുന്ന ഭയം എനിക്കില്ലായിരുന്നുവെങ്കിൽ, ആളുകൾ എന്റെ മരണശേഷം പിൽക്കാലത്ത് എന്നെ ചീത്ത പറയില്ലായിരുന്നുവെങ്കിൽ, ഞാൻ നീ പറഞ്ഞതുപോലെ ഉറച്ചു വിശ്വസിക്കുന്നവനായി നിനക്കെന്നെ കാണാമായിരുന്നു. പടച്ചോനെ, ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഈമാൻ എന്ന് പറയുന്നത് അള്ളാഹ് കൊടുക്കേണ്ട ഒരു ഫളലാണ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ പലപ്പോഴും പറയാറില്ലേ, അള്ളാന്റെ റസൂലിന്റെ കാലത്ത് നമ്മളൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും, നമ്മൾ ഒന്നാം നമ്പർ സഹാബത്തിന്റെ സ്ഥാനത്ത് ഞാനും ഉണ്ടാവില്ലേ എന്ന് നമുക്ക് തോന്നാറില്ലേ പലപ്പോഴും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടതുകൊണ്ടോ അവിടുത്തെ കൂടെ നടന്നതുകൊണ്ടോ ഇസ്ലാം എന്ന തൗഫീഖ് കിട്ടിക്കോളണം എന്നില്ല. അക്കാലത്ത് ജീവിച്ചിരുന്ന ആളായി എന്നതുകൊണ്ട് ഉന്നതമായ പദവി കിട്ടിക്കോളണം എന്നില്ല. അതിന് ഏറ്റവും ഉദാഹരണമല്ലേ അബൂ താലിബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിഴൽ പോലെ പിന്തുടർന്ന് നടന്ന് ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് സർവ്വ പ്രൊട്ടക്ഷനും സംരക്ഷണവും നൽകിയിട്ട് എല്ലാ രൂപത്തിലും പ്രോത്സാഹനങ്ങൾ നടത്തിയിട്ട് പോലും ഒന്ന് മുസ്ലിമായി മരിക്കാൻ അബൂ താലിബിന് തൗഫീഖ് കിട്ടാതെ പോയി, സാധിച്ചില്ല. ഹിദായത്ത് എന്ന് പറയുന്നത് അള്ളാഹ് കൊടുക്കണം. എപ്പോഴും അള്ളാഹിനോട് നമ്മളൊക്കെ തേടണം, അള്ളാഹ് ഹിദായത്ത് നിന്ന് തെറ്റിപ്പോകരുതേ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, നീ ഞങ്ങളെ നേർവഴിയിലാക്കിയതിന്റെ ശേഷം ഞങ്ങളുടെ ഖൽബുകളെ നീ തെറ്റിച്ചു കളയല്ല റബ്ബേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. എപ്പോഴും സംഭവിക്കാ വഴികേട്,
എപ്പോഴാ സംഭവിക്കുക, എപ്പോഴാ ഒരു മനുഷ്യൻ നന്നാവുക, എപ്പോഴാ ഒരു മനുഷ്യൻ ദുഷിക്കുക, പറയാൻ കഴിയൂല. അത് അള്ളാന്റെ ഫളിലാണ്. ഹിദായത്ത് അല്ലാഹ് തന്നെ കൊടുക്കണം. ആരുടെ കൂടെ നടന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ നടന്നയാളായിട്ട് പോലും മുസ്ലിമായി മരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. രോഗിയായി അദ്ദേഹം ഉപരോധം കഴിഞ്ഞ് ഏതാണ്ട് 6 മാസം കഴിഞ്ഞപ്പോഴേക്ക് ഉപരോധത്തിന്റെ ക്ഷീണവും പ്രയാസമൊക്കെ നന്നായി അനുഭവിച്ച പ്രായമുള്ള വ്യക്തിയായിരുന്നു അബൂ താലിബ്. രോഗിയായി അദ്ദേഹം, ആ രോഗം അദ്ദേഹത്തിന്റെ മരണത്തോടടുപ്പിച്ചു. ഉപരോധം കഴിഞ്ഞ അധിക കാലമൊന്നും അദ്ദേഹം ജീവിച്ചില്ല, രോഗിയായി. ആകെയുള്ള താങ്ങും തണലുമാണെന്ന് മനസ്സിലാക്കണം. മുസ്ലിമായിട്ടില്ലെങ്കിലും ആകെയുള്ള താങ്ങും തണലുമാണ് അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്. അങ്ങനെ അതാ അദ്ദേഹം രോഗിയായി കിടക്കുന്ന നേരത്ത് അബൂ താലിബിന് മരണം ഹാജരായപ്പോൾ സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, ജാഅഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സമീപിച്ചു. അദ്ദേഹത്തിന്റെ അടുക്കൽ അബൂജഹൽ ഇരിപ്പുണ്ട്, അബ്ദുല്ലാഹിബ്നു അബീ ഉമയ്യത്തും ഇരിപ്പുണ്ട്. അതേ, എന്തെങ്കിലും ഒരു മാറ്റം അബൂ താലിബിന് വന്നേക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഖുറൈശ് നേതാക്കന്മാര് വന്നവിടെ ഇരിപ്പുറപ്പിച്ചിരിക്കുകയാണ്. അബൂ താലിബറ്റ മുഹമ്മദ് പറഞ്ഞിട്ട് അവസാന നേരത്തെ മുസ്ലിം ആവോ എന്ന് പേടിച്ചിട്ട് ശത്രുക്കൾ അവസാന സമയത്തെങ്കിലും അബൂ താലിബ് കലിമ ചൊല്ലുമോ എന്ന് പേടിച്ചിട്ട് ഇസ്ലാമിനോട് അത്രയും വൈരമുള്ള ബദ്ധവൈരതയുള്ള, അതേ ആ നിലക്കുള്ള ബുദ്ധിയുള്ള, ആ നിലക്കുള്ള ചിന്തയുള്ള അബൂജഹലും ശത്രുക്കളും അതേ അബൂ താലിബിന്റെ വഫാത്തിന്റെ നേരത്തെ അവിടെ വന്നിരിപ്പുറപ്പിച്ചിരിക്കുന്നു. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി ചെല്ലുന്നത്. അവിടുന്ന് പറഞ്ഞു, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട പിതൃവ്യ പറയൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ, കലിമത്തൻ, ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞാൽ മതി. ഒരൊറ്റ വാക്ക് നിങ്ങൾ പറഞ്ഞാൽ അല്ലാഹുവിന്റെ മുമ്പിൽ, അല്ലാഹുവിന്റെ അടുക്കൽ ഞാൻ താങ്കൾക്ക് വേണ്ടി സാക്ഷി പറയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി. ഒരു കലിമത്ത് പറയണം, ഒരു കലിമത്തൊന്ന് ഉച്ചരിച്ച് കിട്ടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്കി. നബിതങ്ങൾ ഇത് പറയുമ്പോ അബൂജഹലും അബ്ദുല്ലാഹിബ്നു അബീ ഉമയ്യത്തും ഉടനെ പറയുന്നു, യാ അബൂ താലിബ്, അബൂ താലിബേ, അതർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിന്റെ ഇതുവരെ കാക്കകാരണവന്മാരുടെ മതത്തിൽ ജീവിച്ചിട്ട് ഇപ്പൊ മുഹമ്മദ് പറയുന്നത് കേൾക്കുക. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ആ പാരമ്പര്യമായ ദീനിനെ നിങ്ങൾ വെറുക്കുകയാണോ? പാടില്ല. ആദരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം യസൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഅരിദുഹാ അലൈഹി, നബി ഇങ്ങനെ പിന്നെയും പറയും, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ. ഇതിങ്ങനെ പിന്നെയും പറയും. മറ്റൊരു പിന്നെയും ഗണ്ണിക്കും. അബൂജഹൽ പിന്നെയും പറയും, പറഞ്ഞു പോകരുത്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിങ്ങനെ പറയുമ്പോൾ യുഈദാനി ലഹു ബിതിൽകൽ മഖാല, അവർ രണ്ടാളും അപ്പുറത്തുനിന്ന് വീണ്ടും മറ്റേ വാക്കും പറയും. അവസാനം അബൂ താലിബ് അവരോട് അവസാനമായി പറഞ്ഞ വാക്കെന്താണ്? ഹുവ അലാ മില്ലത്തി അബ്ദിൽ മുത്തലിബ്, അനാ അലാ മില്ലത്തി അബ്ദിൽ മുത്തലിബ്, ഞാൻ എന്റെ അബ്ദുൽ മുത്തലിബ് പാരമ്പര്യ ദീനിൽ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ മരിച്ചു. ഷഹാദ ചൊല്ലിയില്ല, കലിമ ചൊല്ലിയില്ല. പറയാൻ ആ മനുഷ്യന് തൗഫീഖ് കിട്ടിയില്ല. അയാൾ സമ്മതിച്ചില്ല, വിസമ്മതിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറയുന്നു, അമാ വല്ലാഹ് ലാ അസ്തഗ്ഫിറന്ന ലക മാലം മുൻഹൻക, അല്ലാഹ് വിരോധിക്കാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നതാണ്. അല്ലാഹ് എന്നോട് വിരോധിക്കും വരെ ഞാൻ ചോദിക്കും, പുറത്തു കൊടുക്കണം, എന്റെ അമ്മിന് പുറത്തു കൊടുക്കണം, എന്റെ പിതൃവിന് പുറത്തു കൊടുക്കണമെന്ന് ഞാൻ പറയും. പക്ഷേ അല്ലാഹു തആല ആയത്തിറക്കിയല്ലോ, അതേ ഇസ്ലാമിന്റെ നിയമമാണ്. ഒരു സത്യവിശ്വാസിക്കും ഒരു പ്രവാചകനും പാടില്ല തന്നെ മുശ്രിക്കീങ്ങളായ ആളുകൾക്ക് പുറത്തു കൊടുക്കാൻ, പ്രാർത്ഥിക്കാൻ, പറയാൻ പാടില്ല. വലൗ കാനൂ ഉലീ ഖുർബാ, അവരേറ്റവും അടുത്ത ബന്ധുക്കളായിരുന്നാലും ശരി. മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം, അവർ നരകത്തിന്റെ ആളുകളാണെന്ന് വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കാൻ പാടില്ല. പിൽക്കാലത്ത് പ്രവാചകൻ ആ നിയമം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്.
അതേ അവസരത്തിൽ തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ അതേ അബൂ താലിബ് പറഞ്ഞൊരു വാചകം നമുക്ക് കാണാം, മുസ്ലിമിൽ കാണാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, പരലോകത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സാക്ഷി പറഞ്ഞോളാന്ന് പറഞ്ഞപ്പോ അബൂ താലിബ് പറഞ്ഞ വാചകം ലൗലാ അൻ തുഅയ്യിറനി ഖുറൈശുൻ, ഖുറൈശികൾ എന്നെ അപമാനിക്കുകയില്ലായിരുന്നുവെങ്കിൽ, പേടിച്ചിട്ട് ഇപ്പൊ അവസാനം ഈ സമയത്ത് അബൂ താലിബ് അങ്ങ് മുസ്ലിമായി പോയി എന്ന് പിൽക്കാലത്ത് എന്നെ പറ്റി ആളുകൾ പറയില്ലായിരുന്നുവെങ്കിൽ ലാ ഖറർതു ബിഹാ ഐനക, ഇസ്ലാം കൊണ്ട് നിന്റെ കണ്ണിന് ഞാൻ കുളിരേകുമായിരുന്നു. അബൂ താലിബിന്റെ വാക്കാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ആ ആഠ്യത്വം, അതല്ലെങ്കിൽ ആ പാരമ്പര്യത്തെ പറ്റിയുള്ള പേര് നിലനിൽക്കണം എന്ന ബോധം ഇസ്ലാമിൽ നിന്ന് അയാളെ തടഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വല്ലാത്ത വേദനയായി. ഇത്രയൊക്കെ എന്റെ കൂടെ നടഞ്ഞാൽ ഇത്രയൊക്കെ പറഞ്ഞിട്ട് മുസ്ലിമായില്ലല്ലോ. പ്രവാചകന്റെ ആ വേദന പരിഹരിച്ചുകൊണ്ട് അള്ളാഹു ആയത്തിറക്കി, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. സൂറത്തുൽ ഖസസിലെ 56-ാമത്തെ ആയത്ത്. നബിയേ, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, താങ്കൾ ഇഷ്ടപ്പെടുന്നവരെ ഹിദായത്തിലാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയൂല. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ, അല്ലാഹു എത്ര അവരുദ്ദേശിക്കുന്നവർക്ക് സന്മാർഗം നൽകുന്നത്. വഹുവ അഅലമു ബിൽ മുഹ്തദീൻ, സന്മാർഗം സിദ്ധിച്ചവരാരെന്ന് അല്ലാഹുവാണ് നന്നായി അറിയുന്നവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും, ഇത് നമുക്കൊരു പാഠമാണ്, നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വിചാരിച്ച ഒരാൾ നമ്മൾ എപ്പോഴാ നമ്മൾ പഴക്കുക, അല്ലെങ്കിൽ എപ്പോഴാ നന്നാവുക, അല്ലെങ്കിൽ എപ്പോഴാ ആരാ നന്നാവുക, എപ്പോഴാ നന്നാവുക, എപ്പോഴാ നന്നാവാതിരിക്കുക, കേടുവരിക, ദുഷിക്കുക, ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് നിരന്തരം 17 തവണ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മൾ തേടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ ആണ് തേടുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ദുആയുടെ വസിയത്തിൽപ്പെട്ടതാണ്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക, അല്ലെങ്കിൽ സബ്ബിത് ഖൽബി അലാ തആതിക. ഹൃദയങ്ങളെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹുവേ, ഇപ്പോൾ തോന്നുന്ന ചിന്തയല്ല കുറച്ചു കഴിയുമ്പോ, രാവിലെയുള്ള ചിന്തയല്ല ഉച്ചയ്ക്കുള്ള ചിന്തയല്ല വൈകുന്നേരമുള്ള ചിന്തയല്ല പാതിരാവിൽ. വ്യത്യസ്തമായി മനസ്സുകൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഹൃദയങ്ങളെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹ്. സബ്ബിത് ഖൽബി, എന്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തിത്തരണേ, അലാ ദീനിക, നിന്റെ മതത്തിൽ, അലാ തഅതിക, നിനക്കനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ശരിയായ ആദർശത്തിൽ. ഇത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടവരാണ്. കാരണം ഹിദായത്ത് എന്ന് പറയുന്നത് അത് എപ്പോഴും ഊരി എറിയപ്പെടാം, എപ്പോഴും കിട്ടാം. അത് അള്ളാഹുവിന്റെ ഫضലാണ്. അതെപ്പോഴും നിലനിന്ന് കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയൊക്കെ ആശിച്ചിട്ട് അബൂ താലിബ് മുസ്ലിം ആകാതെയാണ് മരണപ്പെട്ടത്. എന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാതെയാണ് അദ്ദേഹം മരണപ്പെട്ടത് നമുക്കറിയാം. സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരിക്കൽ സഹാബത്ത് ചോദിച്ചു, അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കാവലും സംരക്ഷണവും നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ച ഈ പിതൃവ്യന് വേണ്ടി പരലോകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സഹീഹ് മുസ്ലിമിൽ കാണാം ആ സംഭവം. എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ എത്രയൊക്കെ നോക്കിയ ഒരാളല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, വഫീ ലഹ്ലാഹിൻ മിന്നാർ വലൗലാ അന ലകാന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. ഞാനില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം നരകത്തിന്റെ ഏറ്റവും അടിയിലെ തട്ടിൽ പോയി ആപതിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന് ശിക്ഷയിലൊരു ഇളവുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എത്രയൊക്കെ നോക്കി എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് മാത്രമുള്ള ഒരു ഇളവാണ്. അതെന്താ? അദ്ദേഹത്തിന് നരകത്തിലെ ഏറ്റവും ലളിതമായ ശിക്ഷയാണ് കൊടുക്കുക. നരകത്തിൽ തന്നെയാണ്, പുറത്തു നടക്കൂല, നരകത്തിൽ തന്നെയാണ് അദ്ദേഹം. കാരണം കാഫിറായി മരിച്ചതുകൊണ്ട് നരകത്തിൽ തന്നെയാണ്. പക്ഷെ ശിക്ഷയുടെ രൂപത്തിൽ ഒരു മാറ്റം. അദ്ദേഹത്തിന്റെ കാലിൽ ഒരു പ്രത്യേകമായി നിര്യാണിയുടെ എല്ലുവരെ മൂടുന്ന ഒരു പ്രത്യേകമായ ചെരുപ്പാണ് അദ്ദേഹത്തിന്, തീ കൊണ്ടുള്ള ചെരുപ്പാണ് ധരിപ്പിക്കപ്പെടുക. അത് കാരണത്താൽ അദ്ദേഹത്തിന്റെ തലച്ചോറ് തിളച്ചൂരിക്കും. ആ നിലക്ക് പാദം മൂടുന്ന, നിര്യാണി വരെ മൂടുന്ന ഒരു പ്രത്യേകമായ തീ കൊണ്ടുണ്ടാക്കുന്ന ഒരു പ്രത്യേകമായ ഇതിലാണ് അദ്ദേഹത്തിന് നരകത്തിൽ ശിക്ഷ. അത് ഈ നിലക്കുള്ള ഒരു പ്രത്യേകത കൊണ്ടാണ്. ഞാനില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം നരകത്തിന്റെ അങ്ങേയറ്റത്തെ തട്ടിലാകുമായിരുന്നു. അപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിച്ചില്ല എന്നതുകൊണ്ട് നരകത്തിൽ നിന്ന് പുറത്താവില്ല, നരകത്തിൽ തന്നെയാണ്, ശാശ്വതമായി നരകത്തിലാണ്. അത് കാഫിറായി മരിച്ചവരൊക്കെ നരകത്തിലാണ്, എല്ലാവരും നരകത്തിലാണ്. അതിന് രക്ഷ ഉണ്ടാവില്ല.
അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിനെ ഏറെ വേദനിപ്പിച്ച ഒരു മരണമായിരുന്നു ഇത്. ഏറെ ദുഃഖകരമായി പ്രവാചകന് താങ്ങും തണലുമാണ് ആ വർഷത്തിൽ നഷ്ടപ്പെട്ടത്. അധികം കഴിഞ്ഞില്ല, ഒരു 3-4 മാസം കഴിഞ്ഞിരിക്കും. റമദാനിൽ അവിടുത്തെ പ്രിയപ്പെട്ട പത്നി നമ്മുടെ ഉമ്മ ഖദീജ റളിയല്ലാഹു തആല അൻഹയും വഫാത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എപ്പോഴും താങ്ങും തണലുമായിരുന്ന ഇവിടുത്തെ കുടുംബത്തിലെ ആളല്ലേ, മുസ്ലിമായിട്ട് തന്നെ ജീവിച്ച ആളാണ് ഖദീജ റളിയല്ലാഹു അൻഹ. പലപ്പോഴും പ്രവാചകൻ അവരെ സംബന്ധിച്ച് ഇങ്ങനെ പറയുമ്പോ പറയാറുണ്ട്, ആളുകളൊക്കെ എന്നെ അവിശ്വസിച്ചപ്പോ എന്നിൽ വിശ്വസിച്ചവളാണ് ഖദീജ. ആളുകളൊക്കെ എന്നെ തള്ളിക്കളഞ്ഞ കാലത്തും എന്നെ സത്യപ്പെടുത്തിയവളാണ് എന്റെ ഖദീജ. ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ട കാലത്ത് അവരുടെ സമ്പത്തിൽ നിന്ന് പലപ്പോഴും എനിക്ക് നൽകിക്കൊണ്ട് എന്നെ സഹായിച്ചവളാണ് എന്റെ ഖദീജ. അവരിൽ നിന്ന് എനിക്ക് ഒരുപാട് അല്ലാഹ് മക്കളെ തന്നിട്ടുണ്ട്. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും പറയാറുണ്ട്. മാത്രമല്ല മഹദിക്ക് വലിയ പ്രത്യേകതകളുണ്ട്, മറ്റു ഭാര്യമാർക്ക് കിട്ടിയിട്ടില്ലാത്തൊരു പ്രത്യേകതയുണ്ട്. അതെന്താ? ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമീപിച്ചുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ് ഹാദിഹി ഖദീജ, ദാ ഖദീജ ഇപ്പങ്ങൾ അടുത്തേക്ക് വരും. ഒരിക്കൽ ജിബ്രീൽ വന്നിട്ട് നബി തങ്ങളോട് പറയാണ്, ദാ ഖദീജ ഇപ്പങ്ങൾ അടുത്തേക്ക് വരൂ ട്ടോ. എന്താ അവർ വന്നിരിക്കുന്നത്, എങ്ങനെയാണ്? ഇപ്പൊ നിങ്ങളെ സമീപിക്കും. മഅഹാ ഇനാഉൻ, അവരുടെ കയ്യിൽ ഒരു പാത്രമുണ്ട്. ഫീഹി ഇദാമുൻ ഔ തആമുൻ ഔ ശറാബുൻ, അതിൽ ഒന്നുകിൽ എന്തോ കറിയുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണമുണ്ട്, അല്ലെങ്കിൽ പാനീയമുണ്ട്. ഭക്ഷണപാത്രവുമായിട്ട് ഖദീജ ഇപ്പൊ നിങ്ങളെ സമീപിക്കാനിരിക്കുന്നു. ജിബ്രീൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞ വർത്താന. എന്നിട്ട് ജിബ്രീൽ പറഞ്ഞു, ഫഇദാ ഹിയ അതത്ക, ഖദീജ താങ്കളുടെ അടുത്തേക്ക് ഇതാ ഇപ്പൊ എത്തിക്കഴിഞ്ഞാൽ, ഫഖറ അലൈഹസ്സലാം മിർ റബ്ബിഹാ വമിന്നി, അവരുടെ റബ്ബ് അവർക്ക് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. അല്ലാഹ് അവർക്ക് സലാം പറഞ്ഞിരിക്കുന്നു എന്ന് പറയണം. വമിന്നി, ജിബ്രീലാകുന്ന ഞാനും എന്റെ സലാമും അല്ലാഹുടെ സലാമും ഖദീജക്ക് അറിയിക്കണം നബിയെ. വബശ്ശിർഹാ, അതുകൊണ്ടും തീർന്നില്ല, അവർക്ക് സന്തോഷവാർത്ത അറിയിക്കണേ. ബിബൈത്തിൻ ഫിൽ ജന്ന മിൻ ഖസബിൻ ലാ സഖബ ഫീഹി വലാ നസബ, അതേ മുത്തുപവിഴം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പ്രത്യേകമായ തരത്തിലുള്ള ഒരു കൊട്ടാരം അവർക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് പറയണം. അവിടെ അലോസരപ്പെടുത്തുന്ന വർത്തമാനങ്ങളോ ബഹളങ്ങളോ ക്ഷീണമോ ഇല്ലാത്ത സ്വർഗമാണ്. അങ്ങനത്തെ ഒരു സ്വർഗം ഉണ്ട് അവർക്ക് എന്ന് പറയണം. ഒരു കൊട്ടാരമുണ്ട്, ഒരു മണിമാളിക കിട്ടാൻ പോകുന്നുണ്ട്. അങ്ങനെ അല്ലാഹ് സലാം പറഞ്ഞ്, ജിബ്രീൽ സലാം പറഞ്ഞ് സ്വർഗമുണ്ട് എന്ന് തിരുനാവ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മഹദിയാണ് നമ്മുടെ ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹ. താങ്ങും തണലുമായ ആ ഖദീജ വഫാത്താകുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു കല്യാണത്തെ പറ്റി ആലോചിച്ചിട്ടില്ല. ജീവിതത്തിൽ മുഴുവനും പ്രാണപ്രേയസിയായി കൊണ്ട് കഴിച്ചുകൂട്ടിയ ഖദീജ റളിയല്ലാഹു അൻഹ, എന്തിലും ധൈര്യം പകർന്നിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ, തനിക്ക് വേണ്ട സംരക്ഷണങ്ങൾ നൽകിയിരുന്ന അബൂ താലിബ്, രണ്ടാളും ഒരൊറ്റ കൊല്ലാണ് മരിക്കുകയാണ്. രണ്ടാളും ഒരൊറ്റ കൊല്ലാണ് വേർപിരിയാണ്. എന്തായിരിക്കും ആ ദുഃഖം, എത്രയായിരിക്കും ആ പ്രയാസം. ആ വർഷം അറിയപ്പെടുന്നത് ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്നാണ്. അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിൽ വേദനയുണ്ടാക്കിയ രണ്ട് വേർപാടുകളായിരുന്നു. ഒന്ന് അബൂ താലിബിന്റെ മരണവും മറ്റൊന്ന് പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്തും.